ചെറുതോണി പാലം മോദി സർക്കാരിന്റെ കരുതൽ പൂർണ്ണമായും കേന്ദ്ര സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ചതെന്ന് യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് വി മനുപ്രസാദ്. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Mary Martha College, Periyakulam, where education meets opportunity. 2018 പ്രളയത്തിൽ പഴയ ചെറുതോണി പാലം തകർന്ന സാഹചര്യത്തിൽ നരേന്ദ്രമോദി സർക്കാർ കേരളത്തിലെ ജനങ്ങൾക്ക് നൽകിയ കരുതലിന്റെ ഉദാഹരണമാണ് ചെറുതോണി പാലമെന്ന് യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് വി മനുപ്രസാദ്. നരേന്ദ്രമോദി സർക്കാരിന്റെ 12ാം വാർഷികത്തോടനുബന്ധിച്ച് കേന്ദ്ര സർക്കാർ നടപ്പാക്കിയിട്ടുള്ള പദ്ധതി പ്രദേശങ്ങൾ സന്ദർശിക്കുന്നതിന്റെ ഭാഗമായി ചെറുതോണി പാലം സന്ദർശിക്കാനെത്തിയതാണ് അദ്ദേഹം. ഭാരതം എന്ന് പറയുന്ന രാഷ്ട്രം എല്ലാ മേഖലയിലും വലിയ വികസനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് ലോകരാഷ്ട്രങ്ങൾ തന്നെ അത്ഭുതത്തോടു കൂടി പറയുന്നതാണ് നമുക്കെല്ലാവർക്കും കാണാൻ സാധിക്കുന്നത്. ലോകാരാധ്യനായ ഒരു മനുഷ്യൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയായതിനു ശേഷം ഈ രാജ്യത്തിൻ്റെ എല്ലാ സമസ്ത മേഖലകളിലും മുക്കിലും മൂലയിലും വരെ വികസനത്തിൻ്റെ നാമ്പുകൾ എത്തിത്തുടങ്ങിയിട്ടുണ്ട് എന്ന് നമ്മൾ ആലങ്കാരികമായി പറയുന്നതല്ല. അതിൻ്റെ എല്ലാം ഉദാഹരണമായി രാജ്യത്ത് എവിടെ പോയാലും നരേന്ദ്രമോദിജിയുടെയും കേന്ദ്ര സർക്കാരിൻ്റെയും വികസന പദ്ധതികളെ ഒന്ന് തൊട്ടുനോക്കാൻ ഏതൊരാൾക്കും സാധിക്കുന്നു എന്ന് പറയുന്നതാണ് ഈ കേന്ദ്ര സർക്കാരിൻ്റെ വികസന പദ്ധതികളുടെ പ്രത്യേകത. ഇന്നിപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇടുക്കിയിലെ ചെറുതോണി എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ്. നമുക്കെല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്നതുപോലെ ചെറുതോണി പാലം ഇന്ന് മലയാളികളുടെ മനസ്സിൽ ഇന്നും ഒരു ഓർമ്മയായി നിലനിൽക്കുന്നുണ്ടാകും. പ്രളയമെന്ന് പറയുന്ന മഹാമാരിയുടെ കാലഘട്ടത്തിൽ ഒരു കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഒരു പ്രളയത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ തകർന്ന പാലത്തിനപ്പുറത്തേക്ക് ഓടിപ്പോകുന്ന സൈനികനെയെല്ലാം മലയാളികൾ ഓർമ്മയോടുകൂടി ഓർക്കുകയാണ്. ആ കുഞ്ഞിൻ്റെ ചിത്രവും അതോടൊപ്പം തന്നെ തകർന്നിരിക്കുന്ന റോഡുകളുടെ ചിത്രവും ഒരു തലനാരിഴയ്ക്ക് കുഞ്ഞിനെ രക്ഷപ്പെടുത്തി പോകുന്ന സൈനികനെയെല്ലാം നമ്മളിന്ന് അഭിമാനത്തോടു കൂടിയും അതോടൊപ്പം തന്നെ കുറച്ച് വികാരഭരിതമായി ഓർക്കുന്ന മലയാളികളെ നമുക്കെല്ലാവർക്കും അറിയാം. അന്ന് ഈ പാലം തകർന്നു പോകുന്ന സമയത്ത് തന്നെ ഇവിടുത്തെ ആളുകളെല്ലാം ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യമുണ്ടായി. ഈ മേഖലയിലേക്ക് വരുന്ന വാഹനങ്ങൾ, മറ്റു സൗകര്യങ്ങൾ, അവർക്ക് വേണ്ടിയിട്ടുള്ള ആവശ്യ സാധനങ്ങൾ എത്തിക്കാനുള്ള ബുദ്ധിമുട്ടുകളെല്ലാം അന്ന് വലിയ തോതിൽ തന്നെ ദൃശ്യമാധ്യമങ്ങളിലെല്ലാം നമ്മളെല്ലാവരും കണ്ടതാണ്. അന്ന് ഈ ഒറ്റപ്പെട്ടു പോയി ഈ പ്രദേശത്തെ പിന്നെ ഒരു കൈത്താങ്ങായി എങ്ങനെ പിടിച്ചുയർത്തും എന്ന ആശങ്കയിൽ നിൽക്കുന്ന ഒരു സമയത്താണ് നരേന്ദ്രമോദിജിയുടെ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതി ഈ പ്രദേശത്തേക്ക് എത്തപ്പെടുന്നത്. ഈ പദ്ധതി ഇവിടെ എത്തപ്പെടുന്ന സമയത്ത് ഈ നാട്ടിലെ മുഴുവൻ ആളുകളോടും ഇങ്ങനെ ഒരു പദ്ധതി ഇവിടെ നരേന്ദ്രമോദിയുടെ ഭാഗമായി എത്തും എന്ന് ആവർത്തിച്ച് പറയുന്ന സമയത്ത് അതെങ്ങനെയാണ് എത്തുക എന്നുള്ള വലിയ ആശങ്കയും അത് അത്ഭുതത്തോടു കൂടി അത് എത്തുന്ന സമയത്ത് കാണുകയും ചെയ്യുന്ന ഒരു അന്തരീക്ഷമാണ് ഇന്ന് ചെറുതോണിയിൽ കാണാൻ സാധിക്കുന്നത്. നമ്മളിന്ന് നിൽക്കുന്ന ഈ പാലമെന്ന് പറയുന്നത് ചെറുതോണിയിൽ അന്ന് കുഞ്ഞിനെയും കൊണ്ടോടുമ്പോൾ തകർന്നുപോയ റോഡുകളും അതിനുശേഷം പിന്നീട് പുനരുദ്ധരിക്കപ്പെടാൻ സാധ്യതയില്ലാത്ത തരത്തിലേക്ക്, ആരും തിരിഞ്ഞു നോക്കാതില്ലാത്ത സ്ഥലത്തിലേക്ക് ഒറ്റപ്പെട്ടു പോകുമെന്ന് പ്രതീക്ഷിക്കുന്ന ജനതയിലേക്ക് കേന്ദ്ര സർക്കാരിൻ്റെ 20 കോടിയിലേറെ രൂപയുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്നിങ്ങനെ ഒരു പാലം ഇവിടെ പണിതിരിക്കുന്നത്. ഈ പാലത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇടുക്കിയുടെ ഹൃദയഭാഗത്ത് ചെറുതോണി എന്ന് പറയുന്ന പ്രദേശത്ത് നിലനിൽക്കുന്ന ഒരു പാലമാണ്. ഈ പാലത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ പാലം പൊളിഞ്ഞു പോയി കഴിഞ്ഞാൽ, ഒറ്റപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഇത് പല മേഖലകളിലും ആളുകൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകുകയാണ്. അവർക്ക് പല ജനങ്ങളുമായിട്ടുള്ള സമ്പർക്കം പോലും, ആളുകളുമായിട്ടുള്ള സമ്പർക്കം പോലും നിലച്ചു പോകുന്ന സാഹചര്യം ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ്, ഒരു പ്രദേശമാണ്. ആ പ്രദേശത്തെ പോലും കരുതലോടുകൂടി ചേർത്ത് നിർത്തിയ നരേന്ദ്രമോദിജി സർക്കാരിൻ്റെ പദ്ധതികളെ നിങ്ങളെ പരിചയപ്പെടുത്തുക. അതോടൊപ്പം എല്ലാ പ്രദേശങ്ങളിലെയും നരേന്ദ്രമോദിജി ഈ കേരളത്തിൻ്റെ എല്ലാ പ്രദേശങ്ങളിലും നടപ്പിലാക്കിയിരിക്കുന്ന കേന്ദ്ര സർക്കാർ പദ്ധതികളെ സന്ദർശിക്കുക, അതിനെക്കുറിച്ച് പഠിക്കുക എന്നുള്ളതിൻ്റെ നിലയിൽ ഭാരതീയ ജനതാ പാർട്ടി നടത്തുന്ന സമ്പർക്കത്തിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇത്തരത്തിലിവിടെ എത്തിയത്. ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, ഇവിടുത്തെ ജനങ്ങളോട് സംസാരിക്കുമ്പോൾ ഒരിക്കലും യാഥാർത്ഥ്യമാവില്ല എന്ന നിലയിൽ, ഒരിക്കലും തിരിഞ്ഞു നോക്കില്ല എന്ന നിലയിൽ, വീണ്ടും ഇവിടെ പഴയ ഗതിയിൽ മുന്നോട്ട് പോകുമെന്ന നിലയിൽ മാനസികാവസ്ഥയിൽ നിന്ന് ആളുകളുടെ അടുത്തേക്കാണ് 20 കോടിയിലേറെ രൂപ ചെലവാക്കിക്കൊണ്ട് ഏറ്റവും അഭിമാനകരമായ, അന്തസ്സായ, തല ഉയർത്തി പറയാൻ പറ്റുന്ന രീതിയിലൊരു നല്ല പാലം ഈ നാട്ടിൽ ജനങ്ങൾക്ക് നരേന്ദ്രമോദി സർക്കാർ സംഭാവന ചെയ്തിരിക്കുന്നത്. ആ പാലത്തിലാണ് ഇന്ന് ഞങ്ങളെല്ലാവരും നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് താഴെ കാണാൻ പറ്റും മറ്റൊരു പാലം. ആ പാലമാണ് മുമ്പ് തകർന്നു പോവുകയും ആ പാലത്തിലെ റോഡുകളെല്ലാമാണ് തകർന്നു പോവുകയും ഉണ്ടായത്. അതിൻ്റെ സബ് റോഡുകളെല്ലാം തന്നെ പണിതിരിക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി ഉപയോഗിച്ചുകൊണ്ടാണ്. ക്രെഡിറ്റ് എടുക്കാനുള്ള വലിയ തോതിലുള്ള പ്രഹസനങ്ങൾ ആവർത്തിച്ച് നടക്കുമ്പോഴും യാഥാർത്ഥ്യബോധത്തോടുകൂടി ഇറങ്ങിച്ചെല്ലുമ്പോൾ ഓരോ ഗ്രാമപ്രദേശങ്ങളിലും നഗരപ്രദേശങ്ങളിലും നരേന്ദ്രമോദിജി സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും വികസനത്തിന് വേണ്ടിയിട്ടുള്ള നയപരമായ സമീപനങ്ങളുടെ റിസൾട്ടുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളത് അഭിമാനകരമായ ഒരു കാര്യമാണ്. ജനങ്ങൾക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി കേന്ദ്ര സർക്കാർ നൽകിക്കൊണ്ടിരിക്കുന്ന വലിയ പദ്ധതികളും ചെറിയ പദ്ധതികളും എല്ലാം നമ്മൾ പരിശോധിക്കുമ്പോൾ അത് എല്ലാ മേഖലയിലുമുണ്ട്. ഇന്ന് നമുക്ക് ചെറുതോണിയിലും ഇവിടെ കാണാൻ സാധിക്കുന്നു എന്നുള്ളത് അഭിമാനകരമായ കാര്യമാണ്. കൂടുതൽ ജനങ്ങളെ ചേർത്ത് നിർത്തി ജനക്ഷേമ പ്രവർത്തനങ്ങളുമായി നരേന്ദ്രമോദിജി സർക്കാർ മുന്നോട്ട് പോകുന്നത് നമുക്കെല്ലാം കൂടുതൽ ഊർജ്ജം നൽകുന്നതാണ്.
ഒരു സൈനികൻ ഒരു കുഞ്ഞിനെയും എടുത്ത് വെള്ളമിരമ്പി എത്തുന്നതിന് തൊട്ടുമുൻപ് പാലത്തിലൂടെ ഓടിയ 2018 പ്രളയ സമയത്തെ രംഗം ആരും അത്ര പെട്ടെന്ന് മറക്കാനിടയില്ല. ആ പാലം അവിടെ ഇപ്പോഴുമുണ്ടെങ്കിലും ഇനി ഒരിക്കലും വെള്ളം കയറി ആ പ്രദേശം ഒറ്റപ്പെട്ടു പോകരുതെന്ന ലക്ഷ്യത്തോടെ അതിനേക്കാൾ 8 മീറ്റർ ഉയരത്തിൽ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നരേന്ദ്രമോദി സർക്കാർ നിർമ്മിച്ച പാലമാണ് ചെറുതോണിയിലെ പുതിയ പാലം. പൂർണ്ണമായും കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച പാലത്തിന് കേന്ദ്ര ഹൈവേ മന്ത്രാലയം 23,85,00,000 രൂപയാണ് അന്ന് അനുവദിച്ചത്. 2023 പണി പൂർത്തീകരിച്ചതോടുകൂടി ഇടുക്കി ജില്ലയുടെ ആസ്ഥാന പട്ടണമായ ചെറുതോണിയുടെ മുഖച്ഛായ തന്നെ മാറി. ജില്ലയിലെ ഏറ്റവും നീളം കൂടിയ പാലമായ തടിയമ്പാട് പാലവും പൂർണ്ണമായി കേന്ദ്ര സർക്കാർ ഫണ്ട് ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നത്. സേതു ബന്ധൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വാഴത്തോപ്പ് മരിയാപുരം പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള തടിയമ്പാട് പാലത്തിന് കേന്ദ്ര സർക്കാർ 32 കോടി രൂപയാണ് അനുവദിച്ചത്. രാജ്യത്ത് എവിടെ ചെന്നാലും നരേന്ദ്രമോദിയുടെ കരുതലിന്റെ അടയാളങ്ങളായ പദ്ധതികൾ കാണാൻ സാധിക്കുമെന്നും മനുപ്രസാദ് പറഞ്ഞു. ബിജെപി ജില്ലാ ജനറൽ സെക്രട്ടറി രതീഷ് വരകുമല, യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി വിഷ്ണു വഞ്ചിമല, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ഗൌതം കൃഷ്ണ, വിഷ്ണുപ്രസാദ്, ജില്ലാ വൈസ് പ്രസിഡന്റ് രഞ്ജിത്ത് കാലാച്ചിറ, ബിജെപി മണ്ഡലം വൈസ് പ്രസിഡന്റ് ബിനു അനാമിക, വാഴത്തോപ്പ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ അധ്യക്ഷൻ CS ജയചന്ദ്രൻ, വൈസ് പ്രസിഡന്റ് ബിബിൻ കത്തേടത്ത് തുടങ്ങിയവരും അദ്ദേഹത്തോടൊപ്പം പദ്ധതി പ്രദേശം സന്ദർശിച്ചു. ഇടുക്കി ലൈവ് ന്യൂസ് ചെറുതോണി. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Unlock your future with quality education. Spot admission 2026 is now open at Mary Martha College, Periyakulam, Theni, a premier institution run by the CMI Fathers, offering UG, PG, and PG diploma programs. Visit our Spot admission camp at Deepika Book House, Katapana on June 10th and 22nd. For admissions, call 999-4758-711. Mary Martha College, Periyakulam, where education meets opportunity.